ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും തടസ്സം, തൊഴിലിൻ്റെ തടസ്സം, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ബിസിനസ്സിൽ തടസ്സങ്ങൾ, ഇങ്ങനെയുള്ള തടസ്സങ്ങൾ കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ടാണ് കോസ്മിക് ചക്ര ഹീലിംഗ് മെത്തേഡ്. ചുരുക്കി പറഞ്ഞാൽ എന്ത് പ്രശ്നമാണെങ്കിലും സിമ്പിളായിട്ട് നമുക്ക് തീർക്കാം എന്ന് പറഞ്ഞാൽ ഇതൊരു ഓരോന്ന് നമ്മൾ കേൾക്കുമ്പോൾ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിലൂടെയൊക്കെ കടന്നു പോകണമെങ്കിൽ അതനുസരിച്ചുള്ള മാനസിക പക്വത, അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള എനർജി തരത്തിൽ ആ ചേഞ്ചസ് അവർ നേടിയെടുത്തിരിക്കും. യഥാർത്ഥത്തിൽ എന്താണ് ഈ തന്ത്ര മെഡിറ്റേഷൻ? തന്ത്ര എന്ന് പറഞ്ഞാൽ ഇപ്പം തന്ത്രയുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ശിവശക്തി സംയോഗം, അതായത് എനർജി കോൺഷ്യസുമായിട്ട് ഒന്നായി തീരുന്ന ആ ഒരു ശിവശക്തി സംയോഗം. ശിവൻ എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് കോൺഷ്യസ്നെസ്സാണ് പറയുന്നത്, ശക്തി എന്ന് പറഞ്ഞാൽ എനർജിയാണ് പറയുന്നത്. അപ്പോൾ അതിലൂടെ ഒരു മനുഷ്യനിലുണ്ടാകുന്ന പരമാനന്ദത്തിലേക്ക് ഒരു വ്യക്തി എത്തിക്കുന്ന പ്രോഗ്രാമാണ് തന്ത്ര മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പം രാഹുലിനൊരു 100 വാട്ട്സ് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റിയാണ് ഉള്ളതെന്ന് കൂട്ടിക്കും. അതിപ്പോൾ എന്തുമാട്ടെ, ഒരു അറിവായിക്കോട്ടെ, എനർജി ആയിക്കോട്ടെ, എന്തും. അവിടേക്ക് ഞാനൊരു 1000 വാട്ട്സ് തന്നാലോ രാജീവ് അടിച്ചു പോകും, അല്ലേ? രാഹുൽ അടിച്ചു പോകും എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഒരാളിലേക്ക് വെറുതെ ഒരു എനർജി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ആദ്യത്തെ പ്രോഗ്രാമാണ് ഇന്നർ ആൽക്കമി എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ മണി മാനിഫെസ്റ്റേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ കോസ്മിക് ചക്ര ഹീലിംഗ് പ്രോഗ്രാം ആണെങ്കിലും അതൊക്കെ എന്ന് പറഞ്ഞാൽ അതിനും കുറച്ചുകൂടെ താഴെ, അതായത് അതിലും അത്രയൊന്നും സാധനങ്ങൾ ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് അവരുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ മണിയാണ് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രശ്നം, അത് മാറ്റുക. ഇനി അല്ല റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് പ്രശ്നങ്ങളാണ് അവർക്ക് ഒന്ന് ഈ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും തടസ്സം, തൊഴിലിൻ്റെ തടസ്സം, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ബിസിനസ്സിൽ തടസ്സങ്ങൾ, ഇങ്ങനെയുള്ള തടസ്സങ്ങൾ കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ടാണ് കോസ്മിക് ചക്ര ഹീലിംഗ് മെത്തേഡ്. ചുരുക്കി പറഞ്ഞാൽ എന്ത് പ്രശ്നമാണെങ്കിലും സിമ്പിളായിട്ട് നമുക്ക് തീർക്കാം എന്ന് പറഞ്ഞാൽ ഇതൊരു ഓരോന്ന് നമ്മൾ കേൾക്കുമ്പോൾ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അല്ലാതെ നമ്മളിപ്പം അത്ഭുതങ്ങളല്ല ഇവിടെ സംഭവിക്കും. ഇതിൻ്റെ പിന്നിലെല്ലാം പക്ക സയൻസാണ്. ഇപ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ ക്വാണ്ടം ഫിസിക്സ് ആണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ വളരെ ഒരു വലിയ പങ്ക് വഹിക്കുന്നത്. അവരുടെ ഡെഡിക്കേഷൻ ഇതിനാവശ്യമാണോ? തീർച്ചയായിട്ടും. ഇങ്ങനെയുള്ള ക്ലാസ്സുകളിലേക്ക് പങ്കെടുത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് ആ ഒരു ഡെഡിക്കേഷൻ ആവശ്യം. പക്ഷേ അത് ആ ഡെഡിക്കേഷൻ അവരിലേക്ക് വന്നോളും. എന്ന് വെച്ചാൽ ഇപ്പം വളരെ മടി പിടിച്ച് വളരെ ഇതായിട്ട് വരുന്ന ആളുകൾ പോലും ഒരു ദിവസം പോലും മുടങ്ങാതെ ഇത് പ്രാക്ടീസ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഇത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്ന അന്ന് മുതൽ തന്നെ അവർക്ക് പല രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സ് അവരുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും, പല രീതിയിലുള്ള റിസൾട്ടുകൾ. ഇപ്പം മണി മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിലും ഇന്നർ ആൽക്കമി പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിലും ആ ഫസ്റ്റ് ഡേ തൊട്ടേ അവർക്ക് അവരുടെ ജീവിതത്തിൽ ആ ചേഞ്ചസ് വന്നുകൊണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ ചേഞ്ചസ് വരാൻ തുടങ്ങി കഴിയുമ്പം ഇപ്പം ഈവൻ നമ്മുടെ ഈ ഇന്നർ ആൽക്കമിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഉച്ചവരെയുള്ള സമയത്ത് ഇതിൻ്റെ കുറേ തിയറി സെഷനൊക്കെ വരും. അപ്പോൾ ആ സമയത്ത് ആളുകളൊക്കെ മസിലൊക്കെ പിടിച്ചിരിക്കും. പക്ഷേ ഒരു ഉച്ചയ്ക്ക് ഒരു ലഞ്ച് ബ്രേക്കിന് മുന്നേ തന്നെ ആളുകളെല്ലാം വളരെ ആ ഒരു മസിലെല്ലാം വിട്ട് വളരെ സിമ്പിളാവും. അവർക്ക് ഈ കാര്യങ്ങളെ മനസ്സിലാവുന്നതനുസരിച്ച് അടുത്തടുത്ത ക്രിയകളിലൂടെ കടന്നു പോകുന്നതനുസരിച്ച് അവരിൽ ആ ചേഞ്ചസ് ആ എൻ്റെ ഫസ്റ്റ് ഡേ തന്നെ ഉണ്ടാകുകയാണ്. പിന്നെ അത് രണ്ടാമത്തെ ദിവസം എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഹയർ ലെവലിലേക്ക് പോകും. അങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്കും പിന്നെ അവർക്ക് വൺസ് ഇത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ വിട്ട് കളയാൻ തോന്നില്ല ഒരാൾക്കും. നമുക്ക് വൺസ് നമ്മളൊരു എന്നാ പറയുന്നത്, ഏറ്റവും പ്രാക്തനമായ ഏറ്റവും സ്വാദുള്ള ഒരു പഴം കഴിച്ചെന്ന് വെച്ചു, നമ്മൾ തീർച്ചയായിട്ടും ആ പഴം വീണ്ടും ആഗ്രഹിക്കുമല്ലോ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ആ ചേഞ്ചസ് അത്ര ഫാസ്റ്റായിട്ടും അത്ര ഹയർ ലെവലിലുള്ള ആ ചേഞ്ചസ് വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളത് ഫോളോ ചെയ്യും. എനിക്ക് തോന്നുന്നു അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഫസ്റ്റ് ലെയറിൽ നിന്നും പിന്നീട് ഒരുപാട് ശിഷ്യന്മാരെ അവസാനത്തെ ലെയറിലേക്ക് കൊണ്ടുവരാനായിട്ട് അടുത്ത ഹയർ ലെവലുകളിലേക്ക് അവർ വരുന്നത് അതുകൊണ്ടാണ്. കാരണം ഫസ്റ്റ് ലെയറിൽ അവർക്കത് കിട്ടുന്നില്ലെങ്കിൽ അവർ അപ്പം തന്നെ ഉപേക്ഷിച്ച് പോകും. അതെ, അത് ഹയർ ലെവലിലേക്ക് വരാനായിട്ട് നമ്മൾ ഒരുപാട് റെസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം ഫസ്റ്റ് ലെവലിൽ പങ്കെടുത്ത എല്ലാവർക്കും ഹയർ ലെവലിൽ പങ്കെടുക്കാൻ പറ്റില്ല, സെക്കൻഡ് ലെവലിൽ പങ്കെടുക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലെവലിൽ പങ്കെടുത്ത് അവരുടെ ആ ഒരു എനർജി ബോഡിയിലും അവരുടെ കംപ്ലീറ്റ് ആ ഒരു സിസ്റ്റത്തിൽ ആ ഒരു ചേഞ്ച് വന്നെങ്കിൽ മാത്രമേ നമ്മൾ അടുത്ത ലെയറിലേക്ക് പോകാൻ അവർ സമ്മതിക്കുള്ളൂ. കാരണം അത് ചേഞ്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പിന്നെ മടി പിടിച്ചിരുന്നിട്ട് ഞാൻ അടുത്ത ലെവലിലേക്ക് വന്ന് പങ്കെടുക്കാം, അടുത്ത ലെവലിലേക്ക് വന്ന് പങ്കെടുക്കാം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല, അത് അവർക്ക് ദോഷം ചെയ്യും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആദ്യത്തെ ലെവലിൽ കൊടുക്കുന്ന കാര്യങ്ങൾ ഒരു കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ, ആ എനർജി ലെവലിൽ ഒരു മാറ്റം വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ട് ആ എനർജി ലെവൽ ഓക്കെ ആണെങ്കിൽ മാത്രമേ സെക്കൻഡ് ലെവലിലേക്ക് നമ്മൾ അവർക്ക് അഡ്മിഷൻ കൊടുക്കുള്ളൂ. അപ്പോൾ അതിലെന്ന് പറഞ്ഞാൽ അത്രയും ഹയർ ടെക്നിക്സ് അവരവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പം ഈവൻ കായകൽപ്പം ഉൾപ്പെടെയുള്ള കായകൽപ്പത്തിൻ്റെ 4 നിലകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വരും. അപ്പോൾ അങ്ങനെ ഡെത്ത് മെഡിറ്റേഷൻ വരും, അങ്ങനെ നിരവധി കാര്യങ്ങൾ വരും. അപ്പോൾ അതിലൂടെയൊക്കെ കടന്നു പോകണമെങ്കിൽ അതനുസരിച്ചുള്ള മാനസിക പക്വത, അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള എനർജി തരത്തിൽ ആ ചേഞ്ചസ് അവർ നേടിയെടുത്തിരിക്കും.
അങ്ങനെയാണ് അതിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതിൽ തന്നെ അങ്ങ് ആദ്യം എന്നോട് സംസാരിച്ച സമയത്ത് പറഞ്ഞത് തന്ത്ര മെഡിറ്റേഷൻ. യഥാർത്ഥത്തിൽ എന്താണ് ഈ തന്ത്ര മെഡിറ്റേഷൻ? തന്ത്ര എന്ന് പറഞ്ഞാൽ ഇപ്പം തന്ത്രയുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ശിവശക്തി സംയോഗം, അതായത് എനർജി കോൺഷ്യസ്സുമായിട്ട് ഒന്നായി തീരുന്ന ആ ഒരു ശിവശക്തി സംയോഗം. ശിവൻ എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് കോൺഷ്യസ്നെസ്സിനെയാണ് പറയുന്നത്, ശക്തി എന്ന് പറഞ്ഞാൽ എനർജിയാണ് പറയുന്നത്. അപ്പോൾ അതിലൂടെ ഒരു മനുഷ്യനിലുണ്ടാകുന്ന പരമാനന്ദത്തിലേക്ക് ഒരു വ്യക്തി എത്തിക്കുന്ന പ്രോഗ്രാമാണ് തന്ത്ര മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ഓൺലി ഫോർ കപ്പിൾസ് ആണ്. അതായത് അതിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് തന്നെ ആ കുടുംബത്തിൽ ഒരു ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അല്ലെങ്കിൽ ഒരു രണ്ട് വ്യക്തികൾ ഒന്നിച്ച് ചേർന്ന് ജീവിക്കുന്നു. അങ്ങനെ ജീവിക്കുന്ന സമയത്ത് അവർ ആദ്യമേ അവർക്ക് ആ ഒരു പിന്നെ ക്യൂരിയോസിറ്റിയൊക്കെ കൊണ്ട് സന്തോഷമായിട്ടൊക്കെ കുറച്ച് നാൾ മുന്നോട്ട് പോകും. പിന്നീട് അങ്ങോട്ട് അടിയും പിടിയും ബഹളവും ഈ പറഞ്ഞ പോലെ ആ സന്തോഷം നഷ്ടപ്പെട്ടു പോവുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആ ക്യൂരിയോസിറ്റി നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ ഇവരിൽ ആ ഒരു യഥാർത്ഥമായിട്ടുള്ള ഒരു പ്രണയം നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇപ്പം പ്രണയിക്കുന്ന വ്യക്തികൾ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ, കല്യാണം കഴിച്ച ആ ഒരു കുടുംബജീവിതത്തിലേക്ക് വരുമ്പോൾ ആ കുടുംബത്തിൽ പിന്നീട് പ്രശ്നങ്ങളുണ്ടാകുകയും ഇവർ തമ്മിൽ ഡിവോഴ്സ് ആവുകയൊക്കെ ചെയ്യുന്നതിൻ്റെ കാതലായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള ഇടയിലുള്ള ആ പ്രണയം നഷ്ടപ്പെട്ടു പോകുന്നതുകൊണ്ട്. അപ്പോൾ പ്രണയം അവിടെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ പ്രണയത്തിൻ്റേതായ ആ രണ്ട് വ്യക്തികളെയും പരസ്പരം പരിപൂർണമായി മനസ്സിലാക്കി എങ്ങനെയാണ് ഈ എനർജി എൻറ്റാങ്കിൾ ആകുന്നത്, അപ്പോൾ ആ എനർജിയെ എൻറ്റാങ്കിൾ എങ്ങനെ ആക്കിയെടുക്കാം എന്ന് നമുക്ക് അറിയണം. അപ്പോൾ അത് അറിയിച്ചുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള അതും ഈ പറഞ്ഞ പോലെയുള്ള 5 സെഷനുകളാണ്. അതിലും 5 സെഷനുകളാണ്. 5 സെഷനിലൂടെ ഇപ്പം നമ്മൾ ആദ്യമേ അവരിൽ പ്രണയം ക്രിയേറ്റ് ചെയ്യും, അതുപോലെ തന്നെ പിന്നീട് അവരിലെ ഗ്രാറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യും, പിന്നീട് അവരിൽ ഫോർഗീവ്നെസ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ വിവിധ കാര്യങ്ങളാണ് അതിനകത്ത്. അങ്ങനെ വിവിധ ലെയറുകളിലൂടെ കടത്തിക്കൊണ്ട് പോകുമ്പോഴാണ് ശരിക്കും ഈ 2 വ്യക്തികൾ കൂടുമ്പം എത്ര വലിയ ഒരു ആനന്ദകരമായ അവസ്ഥയാണ് അവിടെ സൃഷ്ടിക്കപ്പെടുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇതറിയാത്ത ആളുകൾ ആണ് ഈ വിവാഹത്തിന് ശേഷവും ഈ തല്ലും കൂടി വഴക്കും കൂടി കുടുംബ ജീവിതം എന്ന് പറയുന്നത് വലിയൊരു എന്നാ പറയുന്നത് വലിയൊരു പ്രഹേളിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ആളുകളാണ്. ശരിക്കും പറഞ്ഞാൽ ഈശ്വരൻ തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെയാണ് ഈ ഒരു ഇണയായിട്ട് ജീവിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ ജീവിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഇണയെ സ്നേഹിക്കേണ്ടത്, എങ്ങനെയാണ് അവരെ നമ്മൾ കരുതേണ്ടത്, എങ്ങനെയാണ് അവരെ നമ്മൾ ബഹുമാനിക്കേണ്ടത്, എങ്ങനെയാണ് നമുക്ക് അവർക്ക് പ്രണയം നൽകേണ്ടത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നൊരു പ്രോഗ്രാമാണ്. എന്താണെങ്കിലും ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അത് പല ഇങ്ങനെയുള്ള വരുന്ന ആളുകൾക്ക്, അതായത് ഏത് തരത്തിലുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ വരേണ്ടത്? ജീവിതത്തിൻ്റെ എല്ലാ തുറകളിൽ നിൽക്കുന്ന ആളുകൾക്കും ഇതിലേക്ക് കടന്നു വരാം. അല്ല, പ്രശ്നങ്ങൾ ഉള്ളവരാണോ വരേണ്ടത്, അതോ പ്രശ്നങ്ങളില്ലാത്തവർക്ക് ഈ പരിപാടികളിൽ പങ്കെടുക്കാം? അതായത് 2 രീതിയാണ്. ഈ പ്രശ്നങ്ങൾ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നങ്ങളിലാണ് ഫോക്കസ്ഡ്. അപ്പോൾ അതുകൊണ്ട് അത് മാറാനായിട്ടാണ് അവർ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കും ഇതിനകത്ത് പരിഹാരമുണ്ട്. ഇനി ചില ആളുകൾ എന്ന് പറയുന്നത് കൂടുതൽ സ്പിരിച്വാലിറ്റിയിലേക്ക് ആഴത്തിൽ കടന്നു പോകാനായിട്ട് ആഗ്രഹിച്ച് വരുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സ്പിരിച്വാലിറ്റിയുടെ ആഴങ്ങളിലേക്ക് കടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ചോദ്യങ്ങൾ, അവിടെ ഉണ്ടാകുന്ന സംശയങ്ങൾ, അവിടെ ചെയ്യേണ്ട ക്രിയകൾ, അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിനകത്ത് കടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം അതുകൊണ്ടാണ് നമ്മൾ ഓരോ പ്രോഗ്രാമുകൾ ആയിട്ട് ഇതിനെ മാറ്റി ഓരോ സെഗ്മെൻറ്റായിട്ട് മാറ്റിയിരിക്കുന്നത്. ഇപ്പം സമ്പന്നതയുടെ പ്രശ്നമുള്ള ആളുകൾക്കാണെങ്കിൽ മണി മാനിഫെസ്റ്റേഷനിൽ പങ്കെടുത്താൽ മതി. ഇപ്പോൾ അല്ലാതെ ഒരു ടോട്ടൽ ഒരു എനർജി ബ്ലോക്ക് ഉള്ള ആളുകൾക്കാണെങ്കിൽ നമ്മുടെ കോസ്മിക് ചക്ര ഹീലിംഗ് മെഡിറ്റേഷൻ പങ്കെടുത്താൽ മതി. ഇനി അതിനും കുറച്ചുകൂടെ അപ്പുറത്തോട്ട് കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇന്നർ ആൽക്കെമിയിൽ പങ്കെടുക്കാം. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഹയർ ലെവൽ അല്ലെങ്കിൽ കൂടുതൽ ഒരു പ്രൊഫഷണൽ ഹീലറായിട്ട് വർക്ക് ചെയ്യണം, അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി എനിക്ക് ഹീൽ ചെയ്യണം, അല്ലെങ്കിൽ മറ്റുള്ളവർക്കും എന്നിലൂടെ ഒരു നന്മയുണ്ടാവണം എന്നൊക്കെ ആഗ്രഹിച്ച് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദിയേക കോൺഷ്യസ് എനർജി ഹീലിങ്ങിൽ പങ്കെടുക്കാം. അത് പങ്കെടുത്ത് അതിൻ്റെ ദീക്ഷ മേടിക്കാം. അപ്പോൾ അങ്ങനെ മേടിച്ച് കഴിയുമ്പോൾ അവർക്ക് ആ ഒരു കാര്യങ്ങളിൽ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്ക് അവർക്ക് ഹീൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ശിഷ്യന്മാരായിട്ടുള്ള ഒരു 19 പേർക്ക് ഞാൻ ദിയേക കോൺഷ്യസ് എനർജി ഹീലിങ്ങിൻ്റെ ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട്. അവരെല്ലാം ഇപ്പോൾ പ്രൊഫഷണൽ ഹീലേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ അവർ എല്ലാവരും എന്ന് പറയാൻ പറ്റില്ല, ഒരു നല്ലൊരു ശതമാനം ഒരു പ്രൊഫഷണൽ ഹീലേഴ്സായിട്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരിലൂടെ ഒരുപാട് ആളുകൾക്ക് പല വിധത്തിലുള്ള രോഗങ്ങൾ മാറിയതും, പ്രത്യേകിച്ചും ക്യാൻസറിൻ്റെയൊക്കെ 4th സ്റ്റേജിൽ നിന്ന് ക്യാൻസറൊക്കെ മാറിയ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല രോഗാവസ്ഥകൾ മാറുന്നു, പല സാമ്പത്തിക പ്രശ്നങ്ങൾ മാറുന്നു. അങ്ങനെ അവരിലൂടെയും ഇപ്പം എനിക്കെല്ലാവരിലേക്കും എനിക്ക് എത്തിച്ചേരാൻ പറ്റില്ലല്ലോ. അപ്പം എന്നിലൂടെ ആ ഒരു ഹീലിംഗ് സംഭവിക്കാനായിട്ടാണ്, അല്ലെങ്കിൽ സംഭവിക്കേണ്ട ആളുകൾക്ക് അത് തടസ്സപ്പെടാതിരിക്കാനായിട്ടാണ് ഞാൻ ഫ്രീ ആയിട്ടുള്ള ഈ ഒരു ഹീലിംഗ് സെഷൻ ഞാൻ വെച്ചിരിക്കുന്നത്. എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 9 മണിക്ക് ആ ഒരു ഫ്രീ ഡിസ്റ്റൻസ് ഹീലിംഗ്, ഒരു മാസ് ഡിസ്റ്റൻസ് ഹീലിംഗ് വെച്ചിട്ടുണ്ട്. അത് ദിയേക ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അപ്പം അങ്ങനെ അതിലും പങ്കെടുക്കാൻ പറ്റാത്ത ആളുകൾക്ക് നമ്മുടെ ശിഷ്യന്മാരിലൂടെയും അങ്ങനെ ഹീലിംഗ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ധാരാളം അനുഭവങ്ങൾ നമുക്ക് പറയാനായിട്ടുണ്ട്. എന്താണെങ്കിലും ഒരുപാട് സന്തോഷം. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡുകളുമായിട്ടിരിക്കാം. തീർച്ചയായിട്ടും. നമസ്തേ.